കണ്ണൂർ നഗരത്തിലെ മേലേച്ചൊവ്വ ധർമ്മസമാജത്തിൽ ശ്രീറോഷ് മുതലാളി കെട്ടിപ്പൊക്കുന്ന ഫ്ളാറ്റ് സമുച്ചയം കാരണം 50ഓളം കുടുംബങ്ങൾ ദുരിതക്കയത്തിലാണെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കുന്നിടിച്ചു നിരത്തി രാപ്പകൽ ഭേദമില്ലാതെയാണ് നിർമ്മാണം. ഇതുകാരണം പൊടിപ്പാറി വീടുകളിൽ താമസിക്കുന്ന വയോധികർ രോഗികളായി. കുളത്തിലെ വെള്ളം വറ്റിക്കുന്നത് കാരണം കുടിവെള്ളവുമില്ല. രാത്രികാലങ്ങളിൽ നിർമ്മാണം നടക്കുന്നതിനാൽ കറണ്ടുമില്ല. ഇതുകൂടാതെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ കള്ളക്കേസ് എടുക്കുമെന്നുമാണ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറയുന്നു. 20-30 വീട് കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു സുപ്രഭാതത്തിൽ അവിടുന്ന് ടൺ കണക്കിന് മണ്ണ് കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പൊ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ സ്ത്രീ, സുഖമില്ലാത്ത സ്ത്രീയായിരുന്നു, ഏകദേശം 80 വയസ്സുള്ള. അവർക്ക് ശ്വാസം മുട്ടൽ വന്നു. നമ്മളോട് വന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പോയി നോക്കുമ്പോൾ എൻ്റെ വീടിന്റെ സൈഡിലാണ് കുന്ന്, ഏകദേശം ഒരു തെങ്ങിന്റെ ഹൈറ്റുള്ള കുന്നാണ്. ആ ഭാഗം ഇടിച്ചില്ല, അപ്പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുപോയി അത് പാറി നമ്മൾ അവരെ വിളിച്ചു, കംപ്ലൈന്റ് കൊടുത്തു. പൊല്യൂഷനിൽ കംപ്ലൈന്റ് കൊടുത്തപ്പോൾ പറഞ്ഞു അവർക്ക് എല്ലാ പേപ്പറും ഉണ്ട്. അതിന്റെ ഓണറെ വിളിച്ച് സംസാരിച്ചാലും പറഞ്ഞു ഞാൻ ഇപ്പം തന്നെ കട്ടാണ്. അപ്പൊ ഏകദേശം പകുതിയോളം മണ്ണെടുത്ത് കഴിഞ്ഞു. ഏകദേശം 5 JCB വന്നിട്ടാണ് മണ്ണെടുത്ത് നിന്നത്. ഒരു പച്ച ഷീറ്റ് കെട്ടി. അപ്പം പൊല്യൂഷനിൽ പോയാലും പറഞ്ഞു പച്ച ഷീറ്റ് അല്ല, നിങ്ങൾ കംപ്ലീറ്റ് മറക്കിയതിന് ശേഷം പണിയെടുത്താൽ മതി. അങ്ങനെ അവർ പിറ്റേന്ന് അതുപോലെ ഒരു വർക്ക് തുടങ്ങി ഇത് കൊണ്ടുപോയി. മേലെ ഷീറ്റ് ഇടാതെ കൊണ്ടുപോയതിന് RTO അവരെ വണ്ടി പിടിച്ചിട്ട് ഫൈന് പോലും അടച്ചിട്ടുണ്ട്. ഈ സമയത്ത് ആടെ ഒരു വലിയ കുളവും തളാപ്പമ്പലത്തിന് സാദൃശ്യമായ ഒരു കുളവും 2 കിണറും ഉണ്ട്. അദ്ദേഹത്തിന്റെ മറ്റ് സൈറ്റിലേക്ക് 5000 ലിറ്ററിന്റെ ടാങ്കിൽ ഏകദേശം 40 ലോളോളം ഈ കുളത്തിൽ നിന്ന് വെള്ളം എടുത്ത് കടത്തുകയുണ്ട്. ഫെബ്രുവരി 1 5ാമത്തെ ദിവസം നമ്മളെല്ലാ വീട്ടിലും 48 വീട്ടുകളിൽ മുഴുവൻ കിണർ വറ്റിപ്പോയി. ഇപ്പൊ ചൊവ്വ ധർമ്മസമാജത്തിന്റെ അടുത്തുള്ള വീടാണ് ഈ വീട്. എൻ്റെത് ഏറ്റവും അടുത്തുള്ള വീട്. ഒരു 12 മീറ്റർ മാത്രമേ ഈ സൈറ്റിൽ നിന്നുള്ളൂ. എൻ്റെ കിണറും 56 കൊല്ലമായി ഞാൻ അവിടെ നിൽക്കുന്നു. ഇതുവരെ വെള്ളം വറ്റാത്തൊരു കിണറാണ്. മുഴുവൻ മരുഭൂമി പോലെ ആയിപ്പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പല സ്ഥലത്തും കംപ്ലൈന്റ് കൊടുത്തു. കടന്നപ്പള്ളി നമ്മളെ സൈറ്റ് സന്ദർശിച്ചു. ബോധ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹം കളക്ടർക്ക് ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ വേണ്ടി ഓർഡർ ഉണ്ടാക്കി. കാരണം മഴ പെയ്ത് ജൂൺ മഴ പെയ്ത് പഴയ സ്ഥിതിയിൽ കിണറായാൽ മാത്രം പണി തുടർന്നാൽ മതി എന്നുള്ള ഒരു സ്റ്റോപ്പ് മെമ്മോ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അത് സ്റ്റോപ്പ് മെമ്മോ തന്നു. 20 ദിവസം അവിടെ പണി നിർത്തി. അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി കളക്ടർക്ക് അങ്ങനെ ഒരു അധികാരമില്ല, ഇത് ഇങ്ങനെ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് അത് വെക്കേറ്റ് ചെയ്തു. അങ്ങനെ സിറ്റി CI നമ്മളെ വിളിച്ചു, ആക്ഷൻ കൗൺസിലിനെ വിളിച്ചു, ഒരു ചർച്ച നടത്തി. സ്റ്റോപ്പ് മെമ്മോ ഉള്ള സമയത്ത് തന്നെ 3 തവണ നിയമം ലംഘിച്ചുകൊണ്ട് ഇദ്ദേഹം അതിൻ്റെ അകത്ത് പണി തുടർന്നിരുന്നു. ആക്ഷൻ കൗൺസിൽ ഒരു വാക്ക് പോലും ഇന്ന് പറഞ്ഞില്ല. നമ്മൾ നിയമ നടപടിയിലേക്ക് പോയി. സിറ്റി സ്റ്റേഷനിലെ SIനെ വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. 3 പ്രാവശ്യം അവർ സൈറ്റിൽ വന്നു. സ്റ്റോപ്പ് മെമ്മോ ഉള്ള സമയത്ത് തന്നെ പണി നിർത്തി. രണ്ടാമത് CI വന്നു, ഒരു ചർച്ചക്ക് 11:30 വിളിച്ചു. ചർച്ച തുടരുമ്പോൾ 7 മണിക്ക് പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ CIയോട് പറഞ്ഞു, സാർ ഇദ്ദേഹം ഒരു നിയമം കാറ്റിൽ പറത്തുന്ന ഒരാളാണ്.